1660-കളിൽ ന്യൂട്ടൺ ഇങ്ങനെ പറഞ്ഞു, ലൈറ്റിന് ഒൺലി മെറ്റീരിയൽ നേച്ചർ മാത്രമേ ഉള്ളൂ. എന്നാൽ 1801-ൽ പാവം തോമസ് യങ് തൻ്റെ വീട്ടിലിരുന്ന് ഇത്തരമൊരു ലോ കോസ്റ്റ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പിൽ തൻ്റെതായ വർക്ക്ഷോപ്പിലിരുന്ന് തൻ്റെതായ എക്സ്പെരിമെൻറ്റിലൂടെ യങ്സ് ഡബിൾസിൻ്റെ എക്സ്പെരിമെൻറ്റിലൂടെ പറഞ്ഞു, അതായത് ലൈറ്റിന് വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്. എന്നാൽ മണ്ടനായെന്ന് കരുതിപ്പെട്ട തോമസ് യങ്ങിനെ അന്ന് ആരും കരുതിയില്ല. കാരണം ന്യൂട്ടൺ അന്ന് ശാസ്ത്രത്തിൻ്റെ രാജകുമാരൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ 1924-ൽ ലൂയിസ് ഡി ബ്രോഗ്ലിയുടെ വരവോടെ ശാസ്ത്രം ഈ യങ്ങിൻ്റെ കണ്ടുപിടുത്തത്തെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അതായത് ഡി ബ്രോഗ്ലിയുടെ ഓരോ സിദ്ധാന്തങ്ങളും മാറ്ററും വേവും എങ്ങനെ അനുബന്ധിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ആദ്യം പരിചയപ്പെടാം. ഈ എക്സ്പെരിമെൻറ്റിൽ ആവശ്യമുള്ളത് ഇതാണ്, ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ്. ഇതിൻ്റെ പേരാണ് ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് ഫാൻ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഗ്ലാസ് പ്ലേറ്റ് ആണ്. ഇതിൽ 50,000 ലൈൻസ് 1 ഇഞ്ചിൽ ക്രോസ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ലൈറ്റ് ഇതിലേക്ക് പാസ് ചെയ്യുമ്പോൾ ഇത് ബാൻഡ്സ് ഫോം ചെയ്യും. അപ്പോൾ അത് കാണിക്കുക എങ്ങനെയാണ്. എൻ്റെ കയ്യിലുള്ളത് ഒരു ഡയോഡ് ലേസറാണ്. നമ്മുടെ ആദ്യത്തെ ചിട്ട എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കുകയാണ്. അതിനായിട്ട് നമുക്ക് ഈ ലേസർ ലൈറ്റ് ഈ ഗ്രേറ്റിംഗ് മെഷീനിലൂടെ നമുക്ക് പാസ് ചെയ്യാം. ഈ ഗ്രേറ്റിംഗ് ഇതിലൂടെ കടത്തി വിടുമ്പോൾ ലൈറ്റ് സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ കമ്പോണൻസ് ബാൻഡ്വിഡ്ത്ത് ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. സാധാരണയായി ഈ ഗ്രേറ്റിങ്ങിലൂടെ അല്ലാതെ നമ്മൾ ലൈറ്റ് കടത്തി വിടുകയാണെങ്കിൽ ലൈറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് പോവുകയുള്ളൂ. എന്നാൽ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതിൻ്റെ അതോടെ പാസ് ചെയ്യുന്ന ലൈറ്റ് സ്പ്ലിറ്റ് ആകുന്നത് കാണാം. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഒരേ ഒരു ഉത്തരം ഡിഫ്രാക്ഷൻ ആണ്. ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ബെൻഡിങ് ഓഫ് ലൈറ്റ് അറൌണ്ട് ദ ഷാർപ്പ് കോർണേഴ്സ് ആൻഡ് സ്പ്രെഡിങ് ഇറ്റ് ഇൻടു റീജിയൻസ് ഓഫ് ജോമെട്രിക് ഷാഡോ എന്നാണ് ഫിസിക്സ് ഇതിന് നൽകിയിരിക്കുന്ന നിർവചനം. അപ്പോൾ നമുക്ക് ആദ്യമേ ഇതിന്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാം. അതിനുള്ള ഇക്വേഷൻ മുകളിൽ കൊടുത്തിരിക്കുന്നു. ലാംഡ ഈക്വൽ ടു d/n sin theta n. ദിസ് ഈസ് കോൾഡ് ജെ.സി. കാർക്സ് ഇക്വേഷൻ. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലോകത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞയാൾ നോബൽ സമ്മാനം നേടുന്നത് ഈ ഇക്വേഷന്റെ പേരിലാണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ വേവ് ലെങ്ത് കിട്ടും. ഇതിന്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ആദ്യത്തെ കർത്തവ്യം. അപ്പം വേവ് ലെങ്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ മുടിയുടെ തിക്നെസ് മുടിയുടെയോ അതുപോലുള്ള എന്തെങ്കിലും സാധാരണയായ ലൂപ്പുകളുടെയോ തിക്നെസ് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യമേ അതിനുള്ള ഇക്വേഷൻ ആണ് D = D λ/β. ഇതിനകത്ത് D എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രീനിൽ നിന്നും എന്തോരം ഡിസ്റ്റൻസ് ആണ് ഗ്രേറ്റിംഗ് വെച്ചേക്കുന്നത് എന്നതിൽ ആശ്രയിച്ചിരിക്കും. ലാംഡ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ആൻഡ് ബീറ്റ നമ്മളിങ്ങനെ ഫോം ചെയ്യുന്ന ബാൻഡ്വിഡ്ത്തുകളുടെ സക്സസീവ് ആയിട്ടുള്ള ബാൻഡ്വിഡ്ത്തുകളുടെ ഡിസ്റ്റൻസ് ആണ് ബീറ്റ. അപ്പോൾ ആ ഇക്വേഷനിൽ D = D λ/β എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാക്റ്റ് ആയ ഇതാണ് ഒരു മുടി കെട്ടി തൂക്കിയിട്ടേക്കുന്നത്. നമ്മുടെ ഉദ്ദേശം ഇതിന്റെ തിക്നെസ് കണ്ടുപിടിക്കുക എന്നാണ്. അപ്പൊ അതിനായിട്ട് നമ്മൾ ഗ്രേറ്റിംഗ് മാറ്റി വെക്കുക. എന്നിട്ട് ഈ മുടിയുടെ സ്ട്രാൻഡ് ഗ്രേറ്റിംഗ് വെച്ചിരിക്കുന്ന സ്ഥലത്ത് റീപ്ലേസ് ചെയ്യുക. ഇനി അടുത്ത സ്റ്റെപ്പ് ഈ ഡയോഡ് ലേസർ ഈ മുടിയിലൂടെ കടത്തിവിടുകയാണ്. ഈ ഡയോഡ് ലേസർ ഇതിലൂടെ കടത്തിവിടുമ്പോൾ ബാൻഡ്വിഡ്ത്ത് ഫോം ചെയ്യുന്നത് നമുക്ക് കാണാം. ഈ ബാൻഡ്വിഡ്ത്ത് ഞാനിവിടെ ഒരു റോസ് ഗ്രാഫ് പേപ്പർ വെച്ചിട്ടുണ്ട്. ഈ ഗ്രാഫ് പേപ്പറിൽ കൃത്യമായ മെഷർമെന്റ്സ് 20 തൊട്ട് 25 വരെയും 25 തൊട്ട് 30 വരെയും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ മെഷർമെന്റ്സിലൂടെ ഓരോ ബാൻഡ്വിഡ്ത്തുകളുടെ ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതാണ് ബീറ്റ. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ D = D λ/β എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ മുടിയുടെ എക്സാക്ട് മെഷർമെന്റ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിന്റെ മറ്റുള്ളവർ ചോദിക്കുമായിരിക്കും എന്തുകൊണ്ട് സ്ക്രൂ ഗേജും വെർനിപ്പിയർ കാലിപ്പിയറും വെച്ച് നമുക്കിത് കണ്ടുപിടിച്ചുകൂടാ. ഇതിന് മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ഇതിന് 10�3 ടൈംസ് അക്യുറസിയാണ് ഈ വെർനിയർ കാലിപ്പിയറിനോ സ്ക്രൂ ഗേജിനോ അപേക്ഷിച്ചുള്ളത്. പിന്നെ ഇതിന്റെ ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട്. സൂര്യന് ചുറ്റുമുള്ള കൊറോണ ഫോർമേഷൻ ഡിഫ്രാക്ഷൻ മൂലമാണ് ഉണ്ടാകുന്നത്. ഇടയ്ക്ക് ചില കാലാവസ്ഥയിൽ ഈ മേഘങ്ങൾ പ്രത്യേക രീതിയിലുള്ള നിറങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നതും ഡിഫ്രാക്ഷൻ മൂലമാണ്. പിന്നെ കോമ്പാക്ട് ഡിസ്ക് അഥവാ CD-യിൽ വെട്ടം തട്ടുമ്പോൾ ഉണ്ടാകുന്ന പ്രകാശവർണ്ണങ്ങൾ ഡിഫ്രാക്ഷൻ മൂലം ഉണ്ടാകുന്നതാണ്. പിന്നെ നമുക്ക് ഇതിൽ നിന്നും വേറെ കുറെ അടുത്ത പുതിയൊരു ഫ്യൂച്ചറിന് വേണ്ടി അടുത്ത കാലഘട്ടത്തിന് വേണ്ടി കുറെ അനുമാനങ്ങൾ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഒന്നാമത്തേത് ഒരു ഹെയർ ഫിക്സിംഗ് രംഗത്ത് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു മനുഷ്യ ശരീരത്തിൽ അദ്ദേഹത്തിന്റെ മുടിയിഴക സോക്കറ്റിലുള്ളതാണ് വെച്ചിരിക്കുന്നത്. എന്നാൽ കാലക്രമേണ വയസ്സാകുന്നത് മൂലം
അദ്ദേഹത്തിന്റെ മുടി സോക്കറ്റുകൾ വലുതാകുകയും മുടി സോക്കറ്റിൽ നിന്നും പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. അതിനെ നാം കഷണ്ടി എന്ന് പേര് വിളിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ തിക്നെസ് അറിഞ്ഞു കഴിഞ്ഞാൽ, ഹെയർ ഫിക്സ് ചെയ്യുന്ന രംഗങ്ങളിൽ നമുക്ക് ഈ തിക്നെസ് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഒരാൾക്ക് അനുയോജ്യമായ ഒരു ഹെയർ ഫിക്സ് ചെയ്യുന്നതാണ്. ഓരോ മനുഷ്യനും യുണീക്കായ ഒരു ഹെയർ സ്റ്റൈൽ ഉണ്ട്, അഥവാ ഒരു കൂട്ടം ഹെയർ ഉണ്ട്. അപ്പോൾ ഈ കൃത്യമായ ഹെയറിന്റെ തിക്നെസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വ്യക്തിയുടെ കഷണ്ടി ഇനി ഭാവിയിൽ അടുത്ത ഒരു 2020 കൂടി ഈ ടെക്നിക് ഭാവിയിൽ ഫലവത്താവുകയാണെങ്കിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിന് തന്നെ ഇത് മുതൽ വെക്കുമെന്ന് ഞാൻ പറയുന്നു. Medicinal values of tomato with special reference to its antioxidant property. നമ്മൾ ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് അസുഖങ്ങളെ നേരിടാൻ കഴിയുന്നു. അതായത് ഇപ്പോൾ എല്ലാവരും പറയുന്നു ടൊമാറ്റോ കഴിക്കുന്നത് കൊണ്ട് അസുഖങ്ങൾ വരുന്നു എന്നാണ്. പക്ഷെ ഞങ്ങൾ ഇവിടെ തെളിയിക്കുന്നു ടൊമാറ്റോ കഴിക്കുന്നതുകൊണ്ട് അസുഖങ്ങൾ വരികയല്ല, അസുഖങ്ങളെ കുറയ്ക്കുകയാണെന്ന്. അതായത് ബ്ലഡ് പ്രഷർ, ക്യാൻസർ, നെർവസ് ഡിസോർഡേഴ്സ് തുടങ്ങിയ ഐ ട്രബിൾസ് തുടങ്ങിയ അസുഖങ്ങൾക്ക് നമ്മളുടെ ഈ പ്രൊജക്റ്റ് മൂലം ബെനിഫിറ്റ് ആകുമെന്നാണ് കരുതുന്നത്. ഇത്രയും രോഗങ്ങളെ പ്രതിരോധിക്കാൻ ടൊമാറ്റോയിലെ ലൈക്കോപ്പിൻ എന്ന കണ്ടന്റിന് കഴിവുണ്ടെന്നാണ് ഞങ്ങളിവിടെ തെളിയിക്കുന്നത്. ലൈക്കോപ്പിൻ എന്ന കണ്ടന്റിൽ ഇത്തരം ഒരു കഴിവുണ്ടെന്ന് മുമ്പ് തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ടൊമാറ്റോയിൽ നിന്ന് ഇത് എത്രയും ലോ കോസ്റ്റിൽ ഇതുവരെ ആരും എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടില്ല. മുമ്പത്തെ ഒരു പരീക്ഷണത്തിൻ്റെ ചുവട് പിടിച്ചാണ് ഞങ്ങൾ ഇതിലേക്ക് എത്തിയത്. ഞങ്ങളുടെ ഈ പരീക്ഷണത്തിൽ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ലോ കോസ്റ്റിൽ ഇത്രയും രോഗങ്ങൾക്കുള്ള ഒരു ക്യാപ്സ്യൂൾസ് നിർമ്മിക്കുക എന്നതാണ്. ഞങ്ങളുടെ ഈ എക്സ്പെരിമെൻറ്റിലൂടെ ഞങ്ങൾ ആദ്യം ചെയ്തത് നാടൻ ടൊമാറ്റോ, അതായത് ബീറ്റിയോ അതുപോലുള്ള യാതൊരു ഇതും അടിക്കാത്ത നാടൻ ടൊമാറ്റോ എടുത്തു, അതിനെ ബോയിൽ ചെയ്തു. ബോയിൽ ചെയ്തതിന് ശേഷം അതിനൊരു മിക്സി ഉപയോഗിച്ച് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി മിക്സിയിലിട്ട്. എന്നിട്ട് അതിലേക്ക് ലോ ബോയിലിംഗ് അസറ്റോണും പെട്രോളിയം ഈതറും ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ സൊല്യൂഷനെ ഫിൽറ്റർ ചെയ്തു. ഇതാണ് ഫിൽട്രേഷൻ പ്രോസസ്സ്. ആ ഫിൽറ്റർ ചെയ്ത സൊല്യൂഷനിലേക്ക് അക്വസ് സോഡിയം ക്ലോറൈഡും പൊട്ടാഷ്യം കാർബണേറ്റും ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ സൊല്യൂഷൻ പിന്നീട് ഞങ്ങൾ ചെയ്ത് കോളം ക്രോമറ്റോഗ്രാഫി മെത്തേഡ് വെച്ചിട്ടാണ്. അതിനുവേണ്ടി ഒരു ബ്യൂററ്റിൻ്റെ പകുതിയിൽ നിന്ന് കട്ട് ചെയ്ത് അതിലേക്ക് അലുമിനിയം ആഡ് ചെയ്ത് കൊടുത്തു. അതിൽ എക്സൈനും ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ആ എക്സൈന് ഊർന്നു പോകാൻ വേണ്ടി അനുവദിച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന സൊല്യൂഷൻ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഒരു അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തു. അതായത് അലുമിനിയം ആയിട്ട് റിയാക്ട് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഇത് വെച്ചത്. എന്നിട്ട് ഒരു 6 മണിക്കൂറുകൾക്ക് ശേഷം ഞങ്ങൾക്ക് കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ഒരു ഓറഞ്ച് കളേർഡ് സൊല്യൂഷൻ കിട്ടി. ആ സൊല്യൂഷൻ ലൈക്കോപ്പിൻ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ 1 മില്ലി ലൈക്കോപ്പിനിലേക്ക് 2 ml ഹൈഡ്രജൻ പെറോക്സൈഡ് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ സൊല്യൂഷൻ ടേൺസ് ടു കളർലെസ്. ഇതിന്ന് മനസ്സിലാക്കിയത് ലൈക്കോപ്പിനുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീന ഹൈഡ്രജൻ പെറോക്സൈഡിലെ ഓക്സിഡേഷൻ പ്രോപ്പർട്ടി നിർവീര്യമാക്കിയെന്നാണ്. അതായത് ഈ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയാണ് നമ്മുടെ ശരീരത്തിലുള്ള ഇത്രയും രോഗങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നതെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം.